നമസ്കാരം. നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ് മണിയൻപിള്ള രാജു അല്ലേ? നമ്മുടെ ചലച്ചിത്ര നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജു നമുക്ക് ഏവർക്കും സുപരിചിതനാണ്. അപ്പം അദ്ദേഹം ഈ അടുത്ത് അമ്മയുടെ മീറ്റിങ്ങിൽ ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് 1984 നടന്ന ഒരു സംഭവമാണ്. അന്ന് കൊല്ലത്ത് കട്ടുറുമ്പിന് കല്യാണം എന്ന് അദ്ദേഹം തന്നെ നായകനായ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പോൾ പിറ്റേന്ന് തന്നെ അദ്ദേഹത്തിന് മദിരാശിയിൽ എത്തേണ്ട അത്യാവശ്യമുണ്ട്. അപ്പോൾ 2 മണിക്ക് കൊല്ലത്തു നിന്നുള്ള ട്രെയിൻ അദ്ദേഹം മദിരാശിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതായത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 1:55 അദ്ദേഹം ട്രെയിനിലേക്ക് കയറുന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് മേക്കപ്പ് പോലും അഴിക്കാതെ അദ്ദേഹം വെപ്രാളം പിടിച്ചിട്ട് ആഹാരവും വെള്ളവും ഒന്നും കഴിക്കാതെ ഓടി വന്ന ട്രെയിനിലേക്ക് എങ്ങനെയൊക്കെ കയറി പോവുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിന് വിശക്കുന്നു. അപ്പോൾ സമയം 2 മണിയായി. അപ്പോൾ ട്രെയിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിശന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, വെപ്രാളം പിടിച്ച്. വെള്ളവും എന്തെങ്കിലും കുടിക്കാൻ കിട്ടുന്നില്ല, ആഹാരവും ഇല്ല. അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കുകയാണ്. അപ്പോൾ സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കും അത്രേ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പയ്യൻ വന്നിട്ട് ചോദിക്കുന്ന, എന്താ ചേട്ടൻ്റെ കൈ വിറയ്ക്കുന്നതെന്ന്. അപ്പോൾ പറഞ്ഞിങ്ങനെ എനിക്ക് ആഹാരം വിശക്കുന്നു, ആഹാരം കഴിച്ചില്ല, ഞാനിങ്ങനെ വിറയ്ക്കുന്ന ഒരു രീതി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പയ്യൻ ഓടിപ്പോയിട്ട് പെട്ടി തുറന്ന് ഒരു പൊതി കൊണ്ടുവന്നു. അപ്പോൾ അതിനകത്ത് ചപ്പാത്തിയും ബ്രെയിൻ ഫ്രൈയും ആയിരുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞത് എൻ്റെ അമ്മ രാത്രിയിൽ എനിക്ക് ട്രെയിനകത്തിരുന്ന് കഴിക്കാൻ വേണ്ടി തന്നു വിട്ടാണ്, അത് ചേട്ടൻ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം തുറന്നു നോക്കിയപ്പോൾ ചപ്പാത്തിയും ബ്രെയിൻ ഫ്രൈയും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം 2 എണ്ണമെങ്കിലും അതിനകത്ത് വെച്ചിരിക്കണം എന്നും പറഞ്ഞ് കഴിച്ച, പക്ഷേ അദ്ദേഹം നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു അത്രേ. അദ്ദേഹം അത് 4 ചപ്പാത്തിയും കഴിച്ചു. അപ്പോൾ ഈ പയ്യനെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചോദിച്ചു എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ ചെന്നൈക്ക് പോവുകയാണെന്ന് പയ്യൻ പറഞ്ഞു. അങ്ങനെ ചോദിച്ചു എന്താണ് പേര്. അപ്പോഴാണ് പറഞ്ഞത് എൻ്റെ പേര് സുരേഷ് ഗോപി എന്നാണ്. അപ്പോൾ ആ പയ്യനാണ് നമ്മുടെ ഇന്നത്തെ സാക്ഷാൽ സുരേഷ് ഗോപി. അപ്പോൾ 1984 നമ്മുടെ മണിയൻപിള്ള രാജു സുരേഷ് ഗോപിയെ പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് 40 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെയുള്ള ഓരോ കഥകളുണ്ട്. എങ്ങനെ പരിചയപ്പെടുന്നു, അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങുന്നു ഓരോ കാര്യങ്ങളും. വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് വളരെയേറെ കേൾക്കാൻ ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര ഒരു താല്പര്യം തോന്നി, ഇൻട്രസ്റ്റ് തോന്നി. കാരണം 40 വർഷം മുമ്പ് അദ്ദേഹം ഈ സുരേഷ് ഗോപിയെ പരിചയപ്പെട്ട ആ ഒരു രീതി നമുക്ക് ഏവർക്കും ഒരു പ്രത്യേക കൗതുകം ഉണർത്തുന്ന ഒരു തരത്തിലുള്ളതായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഞാൻ ഇതിപ്പോൾ ഇവിടെ പറഞ്ഞത് കേട്ടോ.